സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. ഉൽപ്പത്തി 16:8 വാക്യം. അബ്രഹാമിൻ്റെയും സാറായുടെ മിസ്രൈം അടിമയായിരുന്നു ഹാഗാർ. ആരും അവളെ പേര് ഉപയോഗിച്ചില്ല. അവർ അവളെ എൻ്റെ അടിമ അല്ലെങ്കിൽ നിങ്ങളുടെ അടിമ എന്ന് വിളിച്ചു. ഉൽപ്പത്തി പുസ്തകം 16 2, 5, 6 വാക്യം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവർക്കൊരു അനന്തരാവകാശം ലഭിക്കാൻ അവളെ ഉപയോഗിക്കുകയായിരുന്നു അവർ ലക്ഷ്യം. ദൈവം എത്ര വ്യത്യസ്തനാണ്. മരുഭൂമിയിൽ ഗർഭിണിയ ഹാഗാറിനോട് സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ തിരുവെഴുത്തുകളിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നു. ദൂതൻ ഒന്നെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ അല്ലെങ്കിൽ ദൈവം തന്നെയാണ്. അവൻ ദൈവമാണ് ഹാഗാർ വിശ്വസിച്ചു. കാരണം അവൾ പറയുന്നു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. ദൂതൻ ദൈവമാണെങ്കിൽ അവൻ ഒരുപക്ഷെ പുത്രനാം ദൈവത്തെ വെളിപ്പെടുത്തുന്നവൻ ജഡധാരപൂർവ്വ പ്രത്യക്ഷതയായിരിക്കും. അവനവളെ പേർ വിളിച്ചു. സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. ദൈവം നതാലിയെ കണ്ടു. അവൾ രക്ഷിക്കുന്നതിനായി കരുതലുള്ള ആളുകളെ അവളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അവൾ ഇപ്പോൾ നേഴ്സാകാൻ പഠിക്കുകയാണ്. ദൈവം ഹാഗാറിനെ കണ്ടു. അവളെ പേര് ചൊല്ലി വിളിച്ചു. ദൈവം നിങ്ങളെയും കാണുന്നു. നിങ്ങൾ അവഗണിക്കപ്പെടുകയോ അതിൽ മോശമായി ദുരുപയോഗം ചെയ്യുകയോ ചെയ്യാം. യേശു നിങ്ങൾ പേര് ചൊല്ലി വിളിക്കുന്നു. അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുക. യേശുവിന് നിങ്ങൾ പേരറിയാം എന്നതിൽ അർത്ഥം എന്താണ്? സമാനമായി നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും? പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ പേര് അറിഞ്ഞതിന് നന്ദി. എന്നോട് ഉള്ള അങ്ങയുടെ സ്നേഹത്തിൽ ഞാൻ വിശ്രമിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.